എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ സെയിനും അവളുടെ ഫ്രണ്ട്സും മാറ്റിൻ്റെ അടുത്ത് അവനെ നോക്കിയിരിക്കുന്നതാണ് കാണിക്കുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ മാറ്റിനെ അറ്റാക്ക് ചെയ്യാൻ വന്ന കുട്ടികൾ അവൻ്റെ കാലിൽ ഒരാണി കയറ്റിയിരുന്നത് നമ്മൾ കണ്ടതാണ്. അവൻ രക്ഷിച്ചുകൊണ്ടുവന്ന പയ്യൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു ആണിയിൽ വിഷമുണ്ട്, അത് ഊരി മാറ്റിയിട്ട് ഈ ഒരു ഓയിൻമെൻറ്റ് കൊടുക്കുക, അവൻ സ്ട്രോങ് ആണെങ്കിൽ അവൻ രക്ഷപ്പെട്ടു എന്ന്. ആ ഒരു ആണിയെല്ലാം തന്നെ ഇപ്പോൾ റിമൂവ് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. എന്നാൽ മാറ്റിന് ഇതിനിടെ ബോധം വന്നിട്ടുണ്ടായിരുന്നില്ല. ക്ലാസ്സിൽ പോകാൻ ടൈം ആയിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ സെയിൻ ഞാൻ ഇവൻ്റെ അടുത്തിരിക്കാം, നിങ്ങൾ പൊക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് ഫ്രണ്ട്സിനെ പറഞ്ഞു വിടുന്നുണ്ട്. അങ്ങനെ സെയിൻ നോക്കുമ്പോഴാണ് മാറ്റിന് ആ സമയം ബോധം വരുന്നത്. നീ ഓക്കെ ആണോ, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, നിനക്കിപ്പോൾ വിശക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് അവനെ വിളിച്ച് ഫുഡ് കഴിക്കാനായിട്ട് ചെന്നിരിക്കുന്നുണ്ട്. ഫുഡ് കഴിക്കാൻ ചെന്നിരിക്കുമ്പോൾ കുറച്ച് സ്ട്രെയിഞ്ച് ആയിട്ടുള്ള രീതിയിൽ തന്നെ മാറ്റ് പെരുമാറുന്നുണ്ട്. അവിടെ ഇരിക്കുന്ന മുളകെല്ലാം തന്നെ അവൻ ഭയങ്കര എരിവുള്ളതാണെങ്കിൽ പോലും വെറുതെ എടുത്തിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കണ്ടിട്ട് എന്താ സംഭവിക്കുന്നതെന്ന് കാര്യം മനസ്സിലാകാതെ സെയിൻ ചോദിക്കുന്നുണ്ട്, അല്ല നീ എന്തായി കാണിക്കുന്നത്, നിനക്ക് എന്തെങ്കിലും പറ്റിയോ എന്നൊക്കെ. ആ സമയം മാറ്റാണെങ്കിൽ അത് പിന്നെ ഈ മുളകൊക്കെ കഴിച്ച് അദ്ദേഹത്ത് കയറി ബാക്കി വിഷം കൊണ്ട് തിരിച്ച് ഇറങ്ങി പോവല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. മാറ്റ് സെയിനെ പറ്റിക്കാനായിട്ട് ചുമ്മാ ഇതുപോലെ ചെയ്തിങ്ങനെ അഭിനയിച്ച് കാണിച്ചതായിരുന്നു. ആ സമയം സെയിനാണെങ്കിൽ ഇത് അഭിനയിച്ചതായിരുന്നു, നിനക്കിട്ട് ഞാൻ തന്നാലോ എന്നൊക്കെ ചോദിച്ചിട്ട് രണ്ടുപേരും നമ്മൾ കളിക്കൊക്കെ ഒരു പഞ്ചിങ് സംഭവങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. മാറ്റ് ആ സമയം സെയിനോട് എനിക്ക് താങ്ക്സ് പറയണമെന്നുണ്ട്, ഇന്നലെ രാത്രി ആ ഒരു പ്രശ്നം ഉണ്ടായി, എൻ്റെ കാലിൽ പരിക്ക് പറ്റി, ഞാനവിടെ വീണ് പോയിട്ട് പോലും അവരുടെ ഇടയിൽ എന്നെ വിട്ടില്ലല്ലോ, നീ എൻ്റെ കൂടെ ഇരുന്നല്ലോ, അതിന് ഒരുപാട് താങ്ക്സ് എന്ന് പറയുന്നുണ്ട്. സെയിൻ ആ ടൈമിന് ഞാൻ കാരണമല്ലേ അങ്ങനെ സംഭവിച്ചത്, ഞാൻ പുറത്തു പോകണമെന്ന് പറഞ്ഞുകൊണ്ടല്ലേ നിനക്ക് അങ്ങനെ പറ്റിയത്, സോ എൻ്റെ ഫോൾട്ടാണ്, അപ്പോൾ നിൻ്റെ നോക്കിയെടുത്തും എൻ്റെ ഉത്തരവാദിത്തമാണല്ലോ എന്ന് പറയാണ്. ആ സമയം മാറ്റ് ഒരു കാര്യം പറയുന്നുണ്ട്, കഴിഞ്ഞ ദിവസം എൻ്റെ ബോധം പോകുന്നതിന് മുന്നേ എന്നെ വന്ന് ഹെൽപ്പ് ചെയ്ത ഒരു പയ്യൻ്റെ മുഖം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അവനാണെങ്കിൽ ഒരു ചുവപ്പ് കളർ മാസ്ക് അല്ലേ വെച്ചിട്ടുണ്ടായിരുന്നത്, നമ്മളെ വന്ന് അറ്റാക്ക് ചെയ്തവരാണെങ്കിൽ ബ്ലാക്ക് കളർ മാസ്കും. എനിക്ക് തോന്നുന്നത് നമ്മളെ ഹെൽപ്പ് ചെയ്തത് ഡബിൾ ഗോഡ് വാരിയറുള്ള പയ്യനാണെന്നും പിന്നെ നമ്മളെ അറ്റാക്ക് ചെയ്തത് ബ്ലാക്ക് ബ്ലഡ് ഗ്യാങ്ങിലുള്ള പയ്യനാണെന്നുമാണ്. അതുകൊണ്ടായിരിക്കും അവർക്ക് അവരുടേതായ ഒരു കളർ മാസ്ക് ഉള്ളത്. ഒരു പക്ഷേ നമ്മളൊന്ന് രക്ഷിച്ചത് ആ ഒരു ഡബിൾ ഗോഡ് വാരിയറിൻ്റെ ലീഡറായിട്ടുള്ള റെയ്സ് സിൽവേനെ ആയിരിക്കുമോ എന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ അവനാവാൻ ചാൻസ് ഉണ്ടോയെന്ന് സെയിനും തിരിച്ചു ചോദിക്കുകയാണ്. അതിന് ശേഷം തന്നെ അവർ രണ്ടുപേരും റെഡി ആവുന്നുണ്ട്. ക്ലാസ്സിന് അവരും പോകാനായിട്ട് തീരുമാനിക്കുന്നുണ്ട്. അങ്ങനെ സമയം ലേറ്റ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് അവർ ക്ലാസ്സിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ ഹാളിൽ കൂടെ നടക്കുമ്പോഴാണ് ഒരു പെൺകുട്ടി എന്തോ കണ്ട് പേടിച്ച് അവർക്ക് നേർക്ക് ഓടി വരുന്നത്. എന്താ സംഭവം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നാൽ ഒരു പെൺകുട്ടി അതിന് മറുപടിയൊന്നും കൊടുക്കുന്നില്ല. എന്നൊന്നും ചെയ്യരുത്, നോ പ്ലീസ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അവൾ അവിടെ നിന്ന് ഓടിപ്പോവാണ്. കാര്യം മനസ്സിലാവാതെ ഇവരും അങ്ങ് പോകുന്നുണ്ട്. ക്ലാസ്സിലേക്ക് ചെന്നിരുന്ന് കഴിയുമ്പോഴത്തേക്കും ഇവരെ മിസ് വന്നിട്ട് ഇവരോട് ഒരു വലിയ ഹാപ്പി ന്യൂസ് പറയാനായിട്ടുണ്ട്. നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ കുറച്ചധികം നാളുകൾക്ക് ശേഷമാണ് ഇതുപോലൊരു ഹാപ്പി ന്യൂസും സംഭവമൊക്കെ വരുന്നത്. നമ്മൾ വീണ്ടും ഒരു അറ്റൻഡൻസ് പാർട്ടി നടത്താനായിട്ട് പോകാണെന്ന് പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോഴത്തേക്കും ആരുടെയും ഒത്തിരി സന്തോഷമില്ല. എന്നാൽ മിസ്സ് ഭയങ്കര ഹാപ്പി ആയിട്ടാണ് പറയുന്നത്. കൂടുതൽ ഡീറ്റെയിൽസും ഒന്നായി തന്നെ അറിയിക്കാമെന്നും പറയുന്നുണ്ട്. എന്നാൽ അവിടെ ഇരുന്ന് സെലിൻ എന്ന് പറഞ്ഞൊരു പെൺകുട്ടി മിസ്സിനോട് ചോദിക്കുന്നുണ്ട്, ഇതൊക്കെ ഇപ്പോൾ വേണോ മിസ്, 2-3 ആഴ്ചയായിട്ട് എന്തുമാത്രം മരണങ്ങളാണ് നടക്കുന്നതെന്ന് നമ്മൾ കാണുന്നില്ലേ, ഇതിപ്പോൾ നടത്താനുള്ള കറക്റ്റ് ടൈമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. എന്നാൽ മിസ്സാണെങ്കിൽ ഓൾറെഡി തന്നെ മാഡം വയലറ്റ് എല്ലാം തീരുമാനിച്ചു കഴിഞ്ഞു, നെക്സ്റ്റ് ഫ്രൈഡേയിലെത്തി വേണ്ടിയിട്ട് എല്ലാം അറേഞ്ച് ചെയ്യാനും ഇരിക്കുകയാണ്, എനിക്കതിന് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ സെലിൻ മിസ്സിനോട് മിസ്സിനും ഇതൊക്കെ സ്റ്റോപ്പ് ചെയ്യാനുള്ള പവർ ഉണ്ടല്ലോ, സോ മിസ്സിന് എന്തെങ്കിലും ട്രൈ ചെയ്ത് നോക്കിക്കൂടെ നോക്കുമ്പോഴത്തേക്കും നീ കൂടുതൽ സംസാരിക്കാനായിട്ട് വരരുത്, ഇത് ഫൈനൽ ഡിസിഷനാണ്, ബാക്കി ഞാൻ പറഞ്ഞ പോലെ തന്നെ ഡീറ്റെയിൽസ് എല്ലാം ഉടനെ വഴി അറിയിക്കുമെന്നും പറഞ്ഞിട്ട് ആ ഒരു പെൺകുട്ടീനെ സംസാരിക്കുന്നതിൽ നിന്ന് തടയുന്നുണ്ട്. മിസ്സാണെങ്കിൽ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പഠിപ്പിക്കാനായിട്ട്. അതിനുശേഷം ഇവർ 6 പേരും ഫുഡ് കഴിക്കാനായിട്ട് ചെന്നിരിക്കുന്നുണ്ട്. ആ സമയം വെനേസ സെയിനോടും മാറ്റിനോടും പറയുന്നുണ്ട്, കഴിഞ്ഞ ദിവസം ജെറോമും ഡേവും കൂടെ ആയിട്ട് നമ്മൾ വന്ന വഴിക്ക് തിരിച്ചു പോകാനായിട്ട് ആ ഒരു വഴി അന്വേഷിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു, എന്നാൽ പോയതനുസരിച്ച് ഒന്നും കിട്ടിയില്ലാന്ന്. ജെറോം അപ്പോൾ പറയുന്നുണ്ട്, ഇന്നലെ ഞാനും ഡേവും നമ്മൾ വന്ന വഴി ഏതാണോ അതുവഴി തന്നെ തിരിച്ചു പോകാനൊക്കെ നോക്കി, എന്നാൽ ഏത് റൂട്ട് വഴി പോയാലും തിരിച്ച് ഇങ്ങോട്ടേക്ക് തന്നെ എത്തിപ്പെട്ടാണ്. സത്യം പറയാൻ കാണുമ്പോൾ റോഡുകളെല്ലാം തന്നെ ചേഞ്ച് ആയ ഒരു ഫീലാണ് വരുന്നതെന്ന് പറയുന്നുണ്ട്. സെയിനപ്പോൾ നമുക്ക് എങ്ങനെയെങ്കിലും ഇവിടുത്തെ ഹിസ്റ്ററിയും ഇവിടെയുള്ള 2 ഗ്യാങ്ങിനെ പറ്റിയിട്ടൊക്കെ കണ്ടുപിടിക്കണം, എന്നാൽ മാത്രമേ നമുക്ക് എസ്കേപ്പ് ആവാനായിട്ട് എന്തെങ്കിലും മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ നമുക്കാണെങ്കിൽ ഇവരാരെയും പേടിയില്ലെന്ന് നമ്മൾ കാണിച്ചു കൊടുക്കണം. അത് മാത്രമല്ല നമുക്കിവിടുന്ന് എസ്കേപ്പ് ആവണമെങ്കിൽ ആരെങ്കിലും കൊല്ലേണ്ട സിറ്റുവേഷൻ വന്നാൽ പോലും അതിന് മടിക്കരുത്, ചെയ്യണമെന്ന് പറയുന്നുണ്ട്. എന്നാൽ ഇത് കേട്ടിട്ട് ഡേവാണെങ്കിൽ അത് വേണോ, നമ്മൾ ഈ ഇൻഫർമേഷൻ അന്വേഷിച്ചൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്കത് പിന്നീട് പ്രശ്നമാകത്തില്ലേ, അല്ലെങ്കിൽ തന്നെ അവരെ നമ്മളെ ടാർഗറ്റ് ചെയ്ത് വെച്ചേക്കല്ലേ എന്ന് പറയുമ്പോഴത്തേക്കും വെനേസയാണെങ്കിൽ ശരിയാണ്, നമ്മളെങ്ങാനും ഇൻഫർമേഷൻ അന്വേഷിച്ചടക്കാണ് 2 ഗ്യാങ്ങിനെയും പറ്റിയും ചോദിക്കുന്നുണ്ടെന്നല്ലോ, ആ ഗ്യാങ്ങുകാർ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ആരും തീരുമാനമാവത്തില്ലെന്ന് പറയുന്നുണ്ട്. എന്നാൽ സെയിൻ പറയുന്നുണ്ട്, നമ്മൾ അങ്ങനെ അവരെക്കുറിച്ച് അന്വേഷിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്കും എല്ലാം അറിഞ്ഞു വെച്ച് എന്തെങ്കിലും ചെയ്യാനേ പറ്റത്തുള്ളൂ, അല്ലാതെ ക്ലൂ ഇല്ലാതിരുന്ന് കഴിഞ്ഞാൽ ഒന്നും തന്നെ നമ്മളെ കൊണ്ട് പറ്റത്തില്ല എന്ന്. അത് മാത്രമല്ല നമ്മുടെ ക്ലാസ്സിൽ കുറച്ച് മുന്നേ സെലിൻ എന്ന് പറഞ്ഞൊരു പെങ്കൊച്ച് ടീച്ചറിനോട് സംസാരിച്ചില്ലേ, കണ്ടിട്ട് സെലിന് എന്തൊക്കെയോ അറിയാമെന്ന് തോന്നുന്നു, സെലിനോട് ചോദിച്ചാൽ നമുക്ക് പലതും അറിയാൻ പറ്റുമെന്ന് പറയുന്നുണ്ട്. ആ സമയം മിയയും അത് ശരിയാണ്, ഞാനും അതിനാണ് നേരത്തെ ആലോചിച്ചുകൊണ്ടിരുന്നതെന്ന് പറയുന്നുണ്ട്. സെയിനപ്പോൾ ഇത് തന്നെയാണ് നമുക്ക് പോയി അന്വേഷിക്കാൻ
പറ്റുന്ന ഒരു അവസരം, നമുക്കിപ്പോൾ തന്നെ പോയി എല്ലാം സെർച്ച് ചെയ്യാമെന്നും പറഞ്ഞിട്ട് സെയിൻ എഴുന്നേറ്റ് പോകുന്നുണ്ട്. അവിടെ തന്നെ സെലിൻ മറ്റൊരു പെങ്കുച്ചിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. സെയിൻ അടുത്തേക്ക് വരുന്ന കാണുമ്പോൾ സെലിനും ആ ഒരു പെങ്കുച്ചും അവിടെ നിന്ന് പോകാനേ നിൽക്കുന്നുണ്ട്. എന്നാൽ സെയിനാണെങ്കിൽ ഞാൻ നിന്നെ ഉപദ്രവിക്കാൻ ഒന്നും വന്നതല്ല, എനിക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ വന്നതാണെന്ന് പറയുന്നുണ്ട്. ആദ്യം സെലിനെയും കൊണ്ട് അവളുടെ അടുത്തേക്ക് ആ ഒരു പെങ്കുച്ച് പോകാനേ തുടങ്ങുന്നുണ്ട്. എന്നാൽ സെയിൻ വീണ്ടും സംസാരിക്കുമ്പോൾ ആ ഒരു പെങ്കുച്ച് സെലിനെ അവിടെ നിർത്തിയിട്ട് അങ്ങ് പോവാണ്. അങ്ങനെ സെലിനാണെങ്കിൽ സെയിനോട് ഇവിടെ വെച്ച് സംസാരിക്കേണ്ടെന്ന് പറഞ്ഞിട്ട് അവളെയും വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ഇതെല്ലാം തന്നെ നിക്കി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. നിക്കി മാത്രമല്ല മറ്റൊരു പെങ്കുച്ചും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഇതേസമയം സെലിനാണെങ്കിൽ സെയിനെയും വിളിച്ചുകൊണ്ട് ഒരു ബുക്കും എടുത്ത് മറ്റൊരു സ്ഥലത്തേക്ക് ചെന്നിരിക്കുന്നുണ്ട്. അവിടെ വെച്ചിട്ട് സെയിനോട് നിനക്കിത് കേൾക്കണമെന്ന് ഉറപ്പാണോ? ഈ സത്യം അറിയുന്നതിന് പകരം നിനക്ക് നിന്റെ ജീവൻ തന്നെ തിരിച്ച് പണയം വെക്കേണ്ട ഒരു സിറ്റുവേഷൻ വരും, അതിന് നിനക്ക് ഓക്കെ ആണെന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. സെയിൻ അപ്പോൾ എനിക്ക് ഇറങ്ങിയേ പറ്റുള്ളൂ എന്ന് പറയുന്നുണ്ട്. ആ ടൈമിൽ സെലിൻ നീ നല്ല ബ്രേവാണ്, പക്ഷേ ഇതേപോലെ തന്നെ മുമ്പ് വന്ന കുറച്ച് പിള്ളേരുണ്ടായിരുന്നു, അവരും നിന്നെപ്പോലെ തന്നെ നല്ല ബ്രേവായിരുന്നു. എന്നാൽ ബ്രേവ് ആയിരുന്നതിനേക്കാൾ കൂടുതൽ അവർ ഭയങ്കര ക്യൂരിയസ് ആയിരുന്നു. അവർ നിന്നെപ്പോലെ തന്നെ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ തന്നെ അന്വേഷിച്ച് നടക്കുന്നുണ്ടായിരുന്നു. ലാസ്റ്റ് എന്ത് പറയാൻ എല്ലാം കയ്യിൽ നിന്ന് പോയി എന്നുള്ള രീതിയിൽ കറക്റ്റ് കാര്യങ്ങൾ അവൾ തുറന്ന് പറയുന്നില്ല. എന്നിട്ട് സെയിനോട് ശരിക്കും നിനക്ക് കേൾക്കണമെന്ന് നോക്കുമ്പോൾ നിനക്ക് അറിയാമെന്നുള്ളതെല്ലാം പറഞ്ഞു തരാനായിട്ട് സെയിൻ ആവശ്യപ്പെടുന്നുണ്ട്. അങ്ങനെ സെലിൻ ഈ ഒരു യൂണിവേഴ്സിറ്റിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങുന്നുണ്ട്. മുമ്പ് ഹെൽ യൂണിവേഴ്സിറ്റിനെ ഫിലിപ്പീൻസ് ഹൈ യൂണിവേഴ്സിറ്റി എന്നായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. ഇവിടെ ഭയങ്കര റിച്ചും വെൽറ്റും ആയിട്ടുണ്ടായിരുന്ന പിള്ളേർ മാത്രമായിരുന്നു പഠിക്കാനേ വന്നുകൊണ്ടിരുന്നത്. കാരണം ഇവിടുത്തെ ഫീസ് ഭയങ്കര ഹൈ ആയിരുന്നു. അങ്ങനെ പൊയ്ക്കൊണ്ടിരുന്ന സമയത്താണ് ഇതിൻ്റെ ഫൗണ്ടറായിട്ടുള്ള ഡോക്ടർ കിസോൺ അയാളുടെ മൈൻഡ് തന്നെ കംപ്ലീറ്റ്ലി അങ്ങ് ചേഞ്ച് ആവാൻ തുടങ്ങിയത്. കിസോൺ എന്ന് പറയുന്നത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു സയൻറ്റിസ്റ്റാണ്. അയാൾ ഇവിടെ പഠിക്കുന്ന സ്റ്റുഡൻസ് അടയ്ക്കുന്ന ഫീസിൻ്റെ ആ ഒരു ക്യാഷ് ഉപയോഗിച്ചിട്ടാണ് അയാൾക്ക് വേണ്ടത്ര കണ്ടുപിടുത്തങ്ങളും കാര്യങ്ങളൊക്കെ തന്നെ നടത്തിക്കൊണ്ടിരുന്നത്. അങ്ങനെ അയാളുടെ മൈൻഡ് ഫുള്ള് കംപ്ലീറ്റ്ലി ലോസ്റ്റ് ആവുന്ന ഒരു മൊമെൻറ്റിൽ മരിച്ചുപോയവരെ തിരിച്ച് ലൈഫിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫോർമുല കണ്ടുപിടിക്കാനായി തീരുമാനിക്കുന്നു. അങ്ങനെ അതിൻ്റെയൊക്കെ ഇടയിൽ തന്നെ ഒരുപാട് പിള്ളേരെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം വെട്ടാനും കുത്താനും കൊല്ലാനുള്ള അവസരങ്ങളെല്ലാം ഇയാൾ ക്രിയേറ്റ് ചെയ്യുന്നു. അങ്ങനെയാണ് പിന്നീട് ഇവിടെ ഭയങ്കരമായിട്ട് ഉപദ്രവങ്ങളും ഒക്കെ തന്നെ നടക്കാനേ തുടങ്ങിയത്. പെട്ടെന്ന് മരിച്ചു പോകുന്നതാണ് സത്യം പറഞ്ഞാൽ നല്ലത്, ഇല്ലെങ്കിൽ ഡെയിലി അങ്ങോട്ട് ഫൈറ്റ് ചെയ്തും ഇങ്ങോട്ട് അറ്റാക്ക് കിട്ടിയും ജീവിക്കേണ്ട സിറ്റുവേഷനോ. അങ്ങനെ ഈ ഒരു യൂണിവേഴ്സിറ്റിയുടെ പേര് ഹെൽ യൂണിവേഴ്സിറ്റി എന്നായി മാറി തുടങ്ങി. ഈ ഒരു എക്സ്പെരിമെൻറ്റിന് വേണ്ടിയിട്ട് ഇവിടെ പഠിക്കുന്ന സ്റ്റുഡൻസിനെ എല്ലാവരെയും തന്നെ ഈ ഒരു കോളേജിൽ തന്നെ മൊത്തത്തിൽ ലോക്ക് ചെയ്യാൻ അങ്ങ് തീരുമാനിച്ചു. പാരൻസിനോ ഒന്നും തന്നെ ചെയ്യാൻ പറ്റിയില്ല, ഗവൺമെൻറ്റിനും ഒന്നും ചെയ്യാനേ പറ്റിയില്ല. ആരുടെയും കണ്ണിൽപ്പെടാതെ ഈ ഒരു യൂണിവേഴ്സിറ്റി ഈ ഒരു കാടിനുള്ളിൽ തന്നെ നിലനിർത്താനായിട്ട് അവർക്ക് പറ്റുകയും ചെയ്തു. അങ്ങനെ ഇവിടെ കുടുങ്ങിപ്പോയ ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്, അതിലൊരാളാണ് ഞാനും. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പ്രശ്നത്തിൻ്റെ ഇടയിൽ ഫൈനലി ഡോക്ടർ കിസോൺ ആ ഒരു ഫോർമുല കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു മരിച്ചുപോയവരെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ. എന്നാൽ ഇത് യൂസ് ചെയ്യാൻ പറ്റുന്നതിന് മുന്നേ തന്നെ ഈ ആൾ മരിച്ചുപോയി. അങ്ങനെ പറയപ്പെടുന്നത് ഈ ഒരു ഫോർമുല ഇപ്പോൾ ഇവിടെ തന്നെ പഠിക്കുന്ന ഒരു സ്റ്റുഡൻറ്റിൻ്റെ കയ്യിൽ വന്നു പെട്ടു എന്നാണ്. ആ ഒരു കാര്യം മനസ്സിലാക്കിയിട്ട് പുറത്തുനിന്നുള്ള ഓഫീസേഴ്സും ഒക്കെ തന്നെ ആ ഒരു സ്റ്റുഡൻറ്റിനെ കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിലാണ്. ആ ഒരു സ്റ്റുഡൻറ്റ് ഈ ഒരു കൂട്ടത്തിൽ തന്നെ ഉണ്ടെന്നാണ് എല്ലാവരും വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെയുള്ള ആരെയും പുറത്തു പോകാനും സമ്മതിക്കാത്തത്. പുതിയതായിട്ട് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ പോലും അവരെ വിടത്തില്ല. കാരണം ആ ഒരു കുട്ടീനെ കണ്ടുപിടിക്കാനായിട്ട് എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ച് ആ ഒരു ഫോർമുല നേടിയെടുക്കണമെന്നാണ് എല്ലാവരുടെയും ആഗ്രഹം. എൻ്റെ ഒരു ഇതിൽ ആ ഒരു ഫോർമുല ആരെയിലാണ് ഉള്ളതെങ്കിലും അയാളെ ഉടനെ തന്നെ ക്യാച്ച് ചെയ്യുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ ഇപ്പം ഈ സത്യങ്ങളും കാര്യങ്ങളും എല്ലാം തന്നെ നിനക്കറിയാം, അതുകൊണ്ട് തന്നെ നീയും ഇപ്പോൾ ഇവിടെ കുടുങ്ങിയിട്ടുണ്ട്, നീ ഇപ്പോൾ ഇതിൽ ഇൻവോൾവ് ആണ്. ഇനി എന്തായാലും നിനക്ക് ജീവനോടെ പുറത്തു പോകാൻ പറ്റില്ല, നീ മരിക്കുവാണെങ്കിൽ ഇവിടെ കിടന്ന് തന്നെ മരിക്കും. പിന്നെ നിനക്കാണെങ്കിൽ ആ ഒരു ഫോർമുല ആരുടെ കയ്യിലാണ് ഉള്ളതെന്ന് അറിയാമെങ്കിൽ അതിനേക്കാളും പ്രശ്നത്തിലായിരിക്കും നീ ആകാൻ പോകുന്നതെന്നും പറഞ്ഞ് സെലിൻ ഒരുമാതിരി ഒരു ചിരി ചിരിച്ചിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ട്. ഇതേ സമയം ഇതെല്ലാം തന്നെ കേട്ടിട്ട് കുറച്ചൊന്ന് ഷോക്കായിരിക്കുകയാണ് സെയിൻ അതിന് ശേഷം തന്നെ എഴുന്നേറ്റ് പോകാനായി തുടങ്ങുമ്പോൾ തൻ്റെ ഫ്രണ്ട്സിനോട് ഇത് പറയണോ, പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സത്യങ്ങൾ അവർക്കും അറിയാമെന്നുള്ളതുകൊണ്ട് അവരും ഇതിൻ്റെ അത് പെട്ടു പോകത്തില്ല എന്നൊക്കെ വിചാരിച്ച് പോകുമ്പോഴാണ് ഇതെല്ലാം തന്നെ കേട്ടുകൊണ്ട് നിക്കി അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. നിക്കി സെയിനെ പിടിച്ചു വെച്ചിട്ട് നിനക്കാണെങ്കിൽ ഈ സത്യങ്ങൾ അറിയാൻ ഭയങ്കര ആഗ്രഹമായിരുന്നില്ലേ, എന്നിട്ട് ഇപ്പം എല്ലാം അറിഞ്ഞോന്ന് ചോദിക്കുമ്പോൾ എനിക്ക് എല്ലാം മനസ്സിലായി എന്ന് സെയിൻ പറയുന്നുണ്ട്. എന്നാൽ നിക്കി ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, നീ ഇപ്പോൾ സെലിൻ്റെ അടുത്തുനിന്ന് കേട്ടത് അതൊക്കെ വെറും പകുതി കഥ മാത്രമാണ്, ഇനി നീ അറിയാനായിട്ട് ഒത്തിരി കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞിട്ട് അവളെ ഇങ്ങനെ ഉപദ്രവിക്കാനായി നോക്കുന്നുണ്ട്. സെയിനപ്പോൾ നിക്കിയുടെ കൈ പിടിച്ച് മാറ്റിയിട്ട് അവിടെ നിന്ന് അങ്ങ് പോവുകയാണ്. അവൾ നേരെ ഡോം റൂമിലോട്ടാണ് വരുന്നത്. വരുമ്പോൾ ഓൾറെഡി അവളുടെ ഫ്രണ്ട്സ് എല്ലാവരും അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. നോക്കുമ്പോൾ മിയയാണെങ്കിൽ ഭയങ്കര പേടിച്ചിരിക്കുന്നതാണ് കാണുന്നത്. അത് കാണുമ്പോഴത്തേക്കും എന്ത് പറ്റി, എന്താ സംഭവം എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. വെനേസ അപ്പോൾ പറയുന്നുണ്ട്, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാനായിട്ട് ഞാനും മിയ ലൈബ്രറിയിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. അവിടെ വെച്ചിട്ട് അവിടുത്തെ ലൈബ്രറിയൻ ഞങ്ങൾ രണ്ടുപേരും ഭയങ്കരമായിട്ട് പേടിപ്പിച്ചു. കാര്യങ്ങൾ ചോദിക്കാൻ പോയപ്പോൾ അതിന് പകരമായിട്ട് നിങ്ങളുടെ ജീവൻ്റെ വില തന്നെ കൊടുക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളവിടെ നോട്ടിച്ചു വിടാൻ നോക്കി. ഞങ്ങൾ പലതും മനസ്സിലാക്കാൻ ശ്രമിച്ചു, എന്നാൽ അവർ ഇതേ സെയിം കാര്യം തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരുന്നു.
എന്നിട്ട് അവിടെ ഇരുന്ന ഒരു പേപ്പർ ഞങ്ങളുടെ കയ്യിൽ എടുത്ത് തന്നു എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ആ ഒരു പേപ്പർ അവളിപ്പോൾ എടുത്ത് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതിൻ്റെ അകത്ത് 10 പേരുടെ പേരാണ് കിടക്കുന്നത്. എന്നിട്ട് വെനേസ് പറയുന്നുണ്ട്, ഇത് ആക്ച്വലി റാങ്കുകളാണ്, നമ്മുടെ ക്ലാസ് റൂമിൽ പഠിച്ചു വാങ്ങുന്ന മാത്രം റാങ്ക് അല്ല, എൻ്റയർലി ഈ യൂണിവേഴ്സിറ്റിയിൽ വരുന്ന ടോപ്പ് 10 റാങ്ക്സ് ആണ്. ഈ റാങ്കിൽ ടോപ്പ് 10ൽ നമ്മൾ കയറിപ്പെട്ടാൽ മാത്രമേ നമുക്ക് ഇവിടെ ജീവനോടെ പോകാൻ പറ്റുള്ളൂ. നമ്മൾ എങ്ങനെയെങ്കിലും ഇവിടെ നല്ലതായിട്ടിരുന്നിട്ട് നമ്മൾ റാങ്ക് പിടിച്ച് പറ്റും, ഇല്ലെങ്കിൽ നമുക്ക് സർവൈവ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. റാങ്ക് ഇവിടെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണെന്ന് പറയുന്നുണ്ട്. അങ്ങനെ സെയിനാണെങ്കിൽ ഒരു റാങ്ക് ലിസ്റ്റെല്ലാം നോക്കുന്ന സമയം ഒന്നാമത് കിടക്കുന്നത് റെയ്സ് സിൽവേനിയ, അതായത് ഡെവിൽ ഗോഡ് വാരിയറിൻ്റെ ലീഡറാണ്. രണ്ടാമത് കിടക്കുന്നത് സുപ്രീമോ ആയിട്ടുള്ള എയ്സ് ആണ്. മൂന്നാമത് കിടക്കുന്നത് നാസർ ലൂമിയ. നാസർ ലൂമിയയുടെ പേര് കാണുമ്പോൾ ഇതായിരിക്കും ഒരുപക്ഷെ ആ ഒരു ബ്ലാക്ക് ബ്ലഡ് ഗ്യാങ്ങിൻ്റെ ലീഡർ ആവാൻ ചാൻസ് എന്ന് അവർക്കിടയിൽ ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ രണ്ട് ഗ്രൂപ്പിൻ്റെ ലീഡേഴ്സ് ലീഡിൽ തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഈ റാങ്കുകൾക്ക് വലിയ എന്തോ സ്ഥാനം തന്നെയുണ്ട്. നമ്മൾ എങ്ങനെയാലും ഈ റാങ്കിൽ വന്ന് കയറിപ്പെടണമെന്നൊരു തീരുമാനത്തിൽ അവരെത്തുന്നുണ്ട്. ആ ഒരു റാങ്ക് ലിസ്റ്റിൻ്റെ കൂട്ടത്തിൽ തന്നെ 9ാമത്തെ സ്ഥാനത്ത് നിക്കിയും കിടക്കുന്നുണ്ടായിരുന്നു. സോ നിക്കിയും ഏതോ ഒരു ടീമിലെ ലീഡായി തന്നെ നിൽക്കുന്നൊരു പെങ്കൊച്ചാണ്. ഇതേ സമയം തന്നെ വനേസൊക്കെ ചോദിക്കുന്നുണ്ട് സെലിൻ്റെ അടുത്ത് കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ട്, സെയിൻ പോയതല്ലേ, എന്തെങ്കിലും മനസ്സിലാക്കിയോന്ന്. എന്നാൽ കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞാൽ തൻ്റെ ഫ്രണ്ട്സും അപകടത്തിൽ പെട്ടുപോയല്ലോ എന്ന് എഴുതിയിട്ട് സെയിൻ ഒന്നും തന്നെ പറയുന്നില്ല. അടുത്ത് പിന്നീട് കാണിക്കുന്നത് യൂണിവേഴ്സിറ്റിയിലെ ക്യാൻറ്റീൻ ഏരിയയാണ്. അവിടെ ഇപ്പോൾ ഫ്രൈഡേ അക്കൗണ്ടൻസ് പാർട്ടി നടക്കാനായിട്ട് പോകുന്നത് കൊണ്ട് തന്നെ അതിൻ്റേതായ തിരക്കും കാര്യങ്ങളും അറേഞ്ച്മെൻറ്റൊക്കെ ചെയ്യുന്നുണ്ട്. അതിൻ്റെ നോട്ടീസെല്ലാം റെഡിയാക്കി വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മറ്റൊരു പയ്യൻ വന്ന് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ 2 ടീമുകളിലെ പയ്യന്മാരായിരിക്കാം, അവർ തമ്മിൽ നല്ലൊരു അടി നടക്കുന്നുണ്ട്. ആ ഒരു അടിയെല്ലാം തന്നെ അങ്ങോട്ടേക്കൊന്ന് മാഡം വയലറ്റ് കാണുന്നുണ്ട്. എന്നാൽ അവരത് മൈൻഡ് പോലും ചെയ്യുന്നില്ല. ആ ഒരു അടി വന്ന് തടയുന്നത് എയ്സ് ആണ്. ആ സമയം തന്നെ മാഡം വയലറ്റ് മൈക്കിൻ്റെ ഫ്രണ്ടിൽ ചെന്ന് നിന്നിട്ട് അനൗൺസ്മെൻറ്റ് നടത്തുന്നുണ്ട്. നിങ്ങളെല്ലാവരും ഇപ്പോൾ തന്നെ അറിഞ്ഞിട്ടുണ്ടായിരിക്കും, ഫ്രൈഡേ ആണ് അക്കൗണ്ടൻസ് പാർട്ടി. എല്ലാവരും ഈ ഒരു തിരക്കിൻ്റെ ഇടയിലും അതിൻ്റേതായ കാര്യങ്ങളെല്ലാം സ്മൂത്തായിട്ട് അറേഞ്ച് ചെയ്ത് പ്രിപ്പയർ ചെയ്യാനായിട്ട് നിൽക്കുകയാണ്. ആ ഒരു പാർട്ടിയിൽ മാസ്ക് കമ്പൽസറിയാണ്. എല്ലാവരും ഓരോരോ മാസ്കുകൾ വശേക്കേണ്ടതാണ്. പക്ഷേ 2 കളറ് ഞാൻ നിങ്ങൾക്ക് പ്രൊഹിബിറ്റ് ചെയ്യുകയാണ്. അത് റെഡും ബ്ലാക്കും ആണ്. റെഡ് കളറ് ഡെവിൽ ഗോഡ് വാരിയർ ഗ്യാങ്ങിലുള്ളവർക്കും ബ്ലാക്ക് കളറ് ബ്ലാക്ക് ബ്ലഡ് ഗ്യാങ്ങിലുള്ളവർക്കും വേണ്ടിയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ അതിലില്ലാത്തവരാരും തന്നെ ഈ 2 കളേഴ്സും യൂസ് ചെയ്യാനായി പാടില്ല. നിങ്ങൾക്ക് പാർട്ടിയിൽ ഇടാനുള്ള ഡ്രസ്സെല്ലാം തന്നെ ഉടനെ അറേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും. അതിനനുസരിച്ചുള്ള മാസ്ക് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ അന്ന് നൈറ്റ് ഫ്രീ ബ്ലഡി നൈറ്റ് ആയിരിക്കും. അന്ന് നൈറ്റ് ആർക്കും ആരെയും കൊല്ലാനായിട്ട് പാടില്ല. ആരെങ്കിലും ആ ഒരു റൂൾ തെറ്റിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും മരണം വരെ പണിഷ്മെൻ്റ് ആയിട്ട് വരാൻ ചാൻസ് ഉണ്ടെന്ന്. ഇത് കേൾക്കുമ്പോൾ ബാക്കിയുള്ളൊരു ഷോക്ക് ആവുന്നുണ്ട്. കാരണം ഫസ്റ്റ് ടൈമാണ് ഇങ്ങനൊരു കാര്യം അനൗൺസ് ചെയ്യുന്നത്. എന്തായാലും ബാക്കി കാര്യങ്ങളെല്ലാം തന്നെ അനൗൺസ് ചെയ്യാനായിട്ട് എയ്സിനെ മാഡം വയലറ്റ് സ്റ്റേജിലേക്ക് വിളിക്കുന്നുണ്ട്. എയ്സ് സ്റ്റേജിലേക്ക് വന്നിട്ട് പറയുന്നുണ്ട്, എനിക്ക് കുറച്ച് ഡ്യൂട്ടീസ് ഉള്ളത് കാരണം എനിക്ക് ആ ഒരു ഇവൻറ്റിൽ അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. പക്ഷേ ഞാൻ നിങ്ങളെല്ലാവരും തന്നെ വാച്ച് ചെയ്യുന്നുണ്ടായിരിക്കുമെന്ന്. ഇതെല്ലാം തന്നെ കേട്ടുകൊണ്ട് സെയിനും അവളുടെ ഫ്രണ്ട്സും ഓൾറെഡി അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പിന്നീട് സെയിനാണെങ്കിൽ നടന്നു പോകുന്ന സമയത്ത് അവൾ കാണുന്നത് ഹാളിലുള്ള നോട്ടീസ് ബോർഡിൽ എന്തോ ഒരു നോട്ടീസ് വെച്ചിരിക്കുന്നതാണ്. ഒരു നോട്ടീസ് അക്കൗണ്ടൻസ് പാർട്ടിക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുള്ളതായിരുന്നു. മറ്റൊരെണ്ണം എയ്സിൻ്റെ സെക്രട്ടറി ആയിട്ടിരിക്കുന്ന പെൺകുട്ടീനെ മാറ്റിയിട്ടുണ്ട്. അതിനാൽ തന്നെ പുതിയൊരു സെക്രട്ടറീനെ ആവശ്യമുണ്ടെന്നിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് സെക്രട്ടറി ആയിട്ടിരുന്ന ആ ഒരു പെൺകുട്ടി അങ്ങോട്ടേക്ക് വരുന്നത്. അവളുടെ പേര് ഫ്രിറ്റ്സി എന്നാണ്. ഫ്രിറ്റ്സി വന്നിട്ട് വഴിയിൽ നിന്ന് മാറാനായിട്ട് സെയിനോട് പറയുന്നുണ്ട്. ആ സമയം സെയിൻ, ഞാൻ എന്തിനു മാറണമെന്ന് ചോദിക്കുമ്പോൾ ഞാനും ഇവിടുത്തെ സെക്രട്ടറിയാണ്, നീയാണെങ്കിൽ എന്നെ അടുത്ത് അധികരിക്കാൻ വരരുതെന്ന് പറയുന്നുണ്ട്. സെയിൻ ആ സമയം, നിനക്ക് ഈ നോട്ടീസ് ബോർഡിൽ എഴുതിയിരിക്കുന്ന സാധനം കണ്ടാൽ വായിക്കാൻ മനസ്സിലാവത്തില്ല, നീ ഇപ്പോൾ സെക്രട്ടറി അല്ല, നീയാണെങ്കിൽ മുമ്പുണ്ടായിരുന്ന സെക്രട്ടറിയാണ്, ഫോർമർ മാത്രമാണ്, നിൻ്റെ സ്ഥാനം ഇപ്പോൾ പോയി എന്ന് പറയുന്നുണ്ട്. ആ ടൈമിന് ഇതൊരു മിസ്റ്റേക്കാണ്, ഞാൻ തന്നെ ആയിരിക്കും സെക്രട്ടറി എന്ന് പറയുമ്പോഴത്തേക്കും സെയിനാണെങ്കിൽ നീ ശരിക്കും ഒരു വൃത്തികെട്ടവളാണല്ലോ എന്ന് പറയുന്നുണ്ട്. ഇതായിട്ട് ദേഷ്യം വരുന്നതും അവർ തമ്മിലൊരു ഫൈറ്റ് കിടക്കുന്നുണ്ട്. ഫ്രിറ്റ്സി സെയിനിൻ്റെ തല പിടിച്ച് നോട്ടീസ് ബോർഡിലേക്ക് ഇടിക്കുന്നുണ്ട്. കുറേ തവണ ഇടിക്കുമ്പോഴത്തേക്കും സെയിനിൻ്റെ തലയിൽ നിന്ന് നല്ലതുപോലെ തന്നെ ബ്ലഡ് വരുന്നുണ്ടായിരുന്നു. ആ സമയം തന്നെ അങ്ങോട്ടേക്ക് വൈസ് പ്രസിഡൻ്റ് ആയിട്ടുള്ള പയ്യനും വന്നിട്ട് സെയിനോട് സ്റ്റുഡൻറ്റ് കൗൺസിലുള്ളവരെ കയറി കൈവയ്ക്കാൻ നീ ആരാന്ന് ചോദിച്ചിട്ട് അവളോട് ദേഷ്യപ്പെടാണ്. എന്നാൽ സെയിനാണെങ്കിൽ അവൻ്റെ അടുത്തും എതിർത്ത് തന്നെ സംസാരിക്കുകയാണ്. അവൻ അവൾ അടിക്കാനേ പോകുന്ന സമയം അങ്ങോട്ടേക്ക് എയ്സ് വന്നിട്ട് തടയുന്നുണ്ട്. ഞാൻ നിങ്ങൾക്ക് 2 പേർക്കും തരുന്ന 3ാമത്തെ വാണിംഗ് ആണെന്ന് വൈസ് പ്രസിഡൻ്റ് അടുത്തും എയ്സിൻ്റെ സെക്രട്ടറി ആയിരുന്ന ഇപ്പോൾ ഫോർമർ സെക്രട്ടറിയായി മാറിയ ഫ്രിറ്റ്സിയോടും പറയുന്നുണ്ട്. എന്നിട്ട് അവിടെ നിന്ന് എല്ലാവരോടും തന്നെ പോകാനായിട്ട് കമാൻഡ് ചെയ്യുന്നുണ്ട് എയ്സ്. എല്ലാവരും പോകുന്ന സമയത്ത് എന്താ നടന്നതെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് വൈസ് പ്രസിഡന്റ് നിൽക്കുന്നുണ്ട്. എന്നാൽ അതൊന്നും കേൾക്കാനായിട്ട് സമ്മതിക്കാതെ അവരോട് അവിടെ നിന്ന് പോകാനായി പറയുന്നുണ്ട്. അതേസമയം സെയിനിൻ്റെ തലയിൽ നിന്ന് ഒത്തിരി ബ്ലഡ് വന്നതുകൊണ്ട് തന്നെ അവളുടെ ബോധം പോകാറായിട്ടുണ്ടായിരുന്നു. അവൾ വിഴാനായി പോകുമ്പോൾ എയ്സ് പെട്ടെന്ന് അവളെ പിടിക്കുന്നുണ്ട്. അവളപ്പോൾ തന്നെ പണിഷ്മെൻ്റായിട്ട് എന്നെ കൊന്നേക്കാനായി പറയുന്നുണ്ട്. എന്നാൽ അവൻ ഇല്ല, തന്നെ ഇപ്പം കൊല്ലാനായിട്ട് പറ്റില്ല, നീ ഫസ്റ്റ് ഓക്കെ ആയിട്ട് വേണം നിനക്കുള്ള പണിഷ്മെൻറ്റ് തരാനെന്നും പറഞ്ഞ് അവളെ കൊണ്ട് നേരെ മെഡിക്കൽ റൂമിലേക്ക് കൊണ്ടുപോകാനായി തുടങ്ങുന്നുണ്ട്. അപ്പോൾ അവൾ വീണ്ടും എന്നെ കൊന്നേക്കാനായി പറയാണ്. എന്നാൽ അവൻ പറയുന്നില്ല, നീ ഇത്രയും മോശക്കാരിയല്ലേ, അതുകൊണ്ട് എൻ്റെ സെക്രട്ടറി ആവാൻ ഏറ്റവും ബെസ്റ്റ് നീ തന്നെയാണ്, സോ നീ പെട്ടെന്ന് നോക്കിയാലേ നിനക്ക് എൻ്റെ സെക്രട്ടറി ആയി ഇരിക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്നുണ്ട്. മെഡിക്കൽ റൂമിലേക്ക് കൊണ്ടുപോയതിന് ശേഷം എത്രയും പെട്ടെന്ന് അവളുടെ മുറിവെല്ലാം ക്ലിയർ ചെയ്യണം, അവൾ കംപ്ലീറ്റ്ലി ഫൈൻ ആയിരിക്കണമെന്ന് നേഴ്സിനോട് പറയുന്നുണ്ട്. എന്നാൽ സെയിനിൻ്റെ മുറിവ് വേണ്ടിയിട്ട് ഇത് മൊത്തത്തിൽ ഓക്കെ ആക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല എന്ന് പറയുമ്പോൾ, എൻ്റെ സെക്രട്ടറിനെ നിങ്ങൾ
മൊത്തത്തിൽ ഹീൽ ചെയ്യത്തില്ലേ എന്ന് എയ്സ് ചോദിച്ചിട്ട് പോകാനേ തുടങ്ങുന്നുണ്ട്. ആ ടൈമിൽ സെയിൻ പറയുന്നുണ്ട് ഞാനാണെങ്കിൽ നിൻ്റെ സെക്രട്ടറി ആവാൻ സമ്മതിച്ചില്ലല്ലോ എന്ന്. എന്നാൽ എയ്സ് അതിനൊരു മറുപടി പോലും കൊടുക്കാതെ അവിടെ നിന്ന് പോകുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോഴത്തേക്കും സെയിനിൻ്റെ ഫ്രണ്ട്സ് എല്ലാം ഇറങ്ങിയിട്ട് അവളുടെ അടുത്തേക്ക് വന്നിരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ വെയിറ്റ് ചെയ്തിങ്ങനെ ഇരിക്കുന്ന സമയത്ത് സെയിനിന് ബോധം വരുന്നുണ്ട്. അപ്പോൾ തന്നെ അവളുടെ ഫ്രണ്ട്സ് നീ എന്ത് പണിയാണ് ഒപ്പിച്ചത്, ആരുമായിട്ട് അടി ഉണ്ടാക്കാൻ പോയത്, ഞങ്ങൾ കേൾക്കുന്നത് നീ സുപ്രീമോ തമ്മിൽ എന്തോ പ്രശ്നം ഉണ്ടായെന്നും സുപ്രീമോ നിന്നെ ഇങ്ങനെ ചെയ്തതാണല്ലോ എന്നൊക്കെ പറയുമ്പോൾ സുപ്രീമോ അല്ല ഇങ്ങനെ ചെയ്തത്, വല്ലവരും പറയുന്ന കഥ നിങ്ങൾ വിശ്വസിക്കാൻ നിൽക്കല്ലേ, ഞാൻ പറയുന്നതല്ലേ നിങ്ങൾ വിശ്വസിക്കേണ്ടത്. അവൾ തിരിച്ചു ചോദിക്കുന്നുണ്ട്. എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ടെന്ന് അവൾ പറയുന്നുണ്ട്. മാറ്റപ്പോൾ നിനക്ക് വിശക്കുമെന്ന് എനിക്ക് അറിയായിരുന്നു, അതുകൊണ്ട് ഞാൻ ഓൾറെഡി ബാഗിൽ ഫുഡ് എടുത്ത് വെച്ചു എന്ന് പറഞ്ഞിട്ട് അവൻ എടുത്തു വെച്ച ഫുഡ് അവൾക്ക് കഴിക്കാനേ കൊടുക്കുന്നുണ്ട്. ആ സമയമാണ് അങ്ങോട്ടേക്ക് വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള പയ്യൻ ഓടി വന്നിട്ട് ഐ എം സോറി, ഞാൻ നേരത്തെ അറിയാണ്ട് ചെയ്തു പോയതാണ്, എന്നോട് ക്ഷമിക്കണം, പ്ലീസ് എന്നെ ഫർഗീവ് എന്ന് പറഞ്ഞിട്ട് അവളുടെ മുന്നിൽ ഇങ്ങനെ മുട്ടുകുത്തി ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അവനിങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുമ്പോൾ ശരി ശരി എഴുന്നേറ്റ് പോ, എനിക്ക് മര്യാദയ്ക്ക് ഫുഡ് കഴിക്കണമെന്ന് അവൾ പറയുന്നുണ്ട്. സമയം വൈസ് പ്രസിഡൻ്റായ പയ്യൻ ഫർഗീവ് ചെയ്തതിന് താങ്ക് യു, ഇല്ലെങ്കിൽ ഞാനിപ്പോൾ മരിച്ചേനെന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ട്. ആ സമയം വനേസയൊക്കെ അല്ല ഇപ്പോൾ എന്താ സംഭവിച്ചെന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. സെയിനപ്പോൾ അതൊന്നും ആലോചിച്ചുകൊണ്ടിരിക്കാനുള്ള ശേഷി എനിക്കിപ്പോൾ ഇല്ല, എനിക്ക് നല്ല വിശക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവൾ ഫുഡ് കഴിക്കുന്നുണ്ട്. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് ആ ഒരു അറ്റൻഡൻസ് പാർട്ടിയുടെ ദിവസമാണ്. അന്ന് നൈറ്റ് തന്നെ എല്ലാവരും ഭയങ്കര എൻജോയ് ചെയ്തൊക്കെ വരുന്നുണ്ട്. മാസ്ക് ഇല്ലാത്തവർക്ക് മാസ്ക് എടുക്കാനായിട്ട് എൻട്രൻസിൽ തന്നെ ഇഷ്ടംപോലെ മാസ്ക് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും ടീമായിട്ടൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ തന്നെ അങ്ങോട്ടേക്ക് സെയിനും ഫ്രണ്ട്സും വരുന്നുണ്ട്. അവരകത്തേക്ക് കയറിയിട്ട് ഒരു ടേബിളിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് ബ്ലാക്ക് മാസ്ക് ഒക്കെ വെച്ചിട്ട് ബ്ലാക്ക് ബ്ലഡ് ഗ്യാങ്ങിലുള്ളവരും റെഡ് മാസ്ക് വെച്ചിട്ട് ഡബിൾ ഗോഡ് വാരിയർ ഗ്രൂപ്പിലുള്ളവരൊക്കെ തന്നെ വരുന്നുണ്ട്. അതിൽ ബ്ലാക്ക് ബ്ലഡ് ഗ്യാങ്ങിൽ കഴിഞ്ഞ ദിവസം മീയാണെങ്കിൽ ഒരു റെഡ് കളർ ഹെയർ ഉള്ള ഒരു പയ്യനെ കണ്ടിട്ട് ആ ഒരു പയ്യനെ താനിങ്ങനെ കണ്ടു എന്നൊക്കെ ഫ്രണ്ട്സിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ആ ഒരു പയ്യനെ നോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അവൻ ബ്ലാക്ക് ബ്ലഡ് ഗ്യാങ്ങിലുള്ളൊരു പയ്യനാണെന്ന്. അതിനുശേഷം പാർട്ടി തുടങ്ങാൻ ടൈം ആകുമ്പോൾ ഞാനാണ് ഇന്നത്തെ ഹോസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഫ്രിറ്റ്സി സ്റ്റേജിലേക്ക് കയറുന്നുണ്ട്. എന്നിട്ട് അവളാണെങ്കിൽ എല്ലാവരെയും വെൽക്കം ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ സെയിനെയും ഫ്രണ്ട്സിനെയും പുതിയതായിട്ട് വന്നവരൊക്കെ തന്നെ കാണാനായിട്ട് ഒരു വകയ്ക്കും കൊള്ളത്തില്ല, പിന്നെ പേടിക്കേണ്ട മാസ്ക് വെച്ചുകൊണ്ട് മൊത്തത്തിൽ നാണം കിടത്തില്ല എന്ന് പറഞ്ഞിട്ട് സ്റ്റേജിൽ വെച്ച് തന്നെ അവരൊന്ന് കളിയാക്കുന്നുണ്ട്. അതിനുശേഷം ഹെൽ യൂണിവേഴ്സിറ്റിയിലെ എൻറ്റയർലി ഹെഡായിട്ടുള്ളവരേക്ക് ഇൻവൈറ്റ് ചെയ്യണം, അതായത് സ്റ്റുഡൻസിൽ പെട്ടവരല്ല അല്ലാതെയുള്ളവർ. ഫസ്റ്റ് തന്നെ ഹെഡായിട്ടുള്ള കാതറിൻ എന്ന് പറഞ്ഞിട്ടൊരു ലേഡീനെ ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള ഫ്രാൻസിസ്കോ അഗസ്റ്റിനെ ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട്. ഈ ഫ്രാൻസിസ്കോ തന്നെയാണ് ഫസ്റ്റ് എപ്പിസോഡിൽ അവിടെ മാഡം വയലറ്റിൻ്റെ കൂടെ ഉള്ളൊരു വർക്കറിനെ പോലെ നിന്നിട്ട് ഇവരെ എല്ലാവരും, അതായത് സെയിനിനെയും ഫ്രണ്ട്സിനെയും കോളേജിൻ്റെ അകത്തേക്ക് കയറ്റിയത്. ഇയാൾ ഇത്രയും വലിയൊരാളാണെന്ന് ഇപ്പോഴാണ് സെയിനും ഫ്രണ്ട്സും അറിയുന്നത്. ഏറ്റവും മെയിൻ കാര്യം അതല്ല, ഈ ഒരു ബ്ലഡി നൈറ്റ് എന്ന് പറഞ്ഞിട്ട് 7 മണി കഴിയുമ്പോൾ എല്ലാവർക്കും ഫ്രീഡം കൊടുത്ത് അങ്ങോട്ടേക്കൊണ്ട് കൊല്ലാനുള്ള ഐഡിയ തന്നെ കൊണ്ടുവന്നത് ഇയാളാണ്. അതും ഇപ്പോൾ മൈക്കിൽ കൂടെ അനൗൺസ് ചെയ്യുന്നുണ്ട്. അതും കൂടെ കേൾക്കുമ്പോൾ ഇയാൾ ഇത്രയും വൃത്തിയായിട്ടവനായിരുന്നു എന്ന് സെയിനും ഫ്രണ്ട്സും വിചാരിക്കുന്നുണ്ട്. അതിനുശേഷം സ്കൂളിൻ്റെ ഹെഡ് മിസ്ട്രസ് ആയിട്ടുള്ള മാഡം വയലറ്റിനെ ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട്. മാഡം വയലറ്റ് അപ്പോൾ സ്റ്റേജിൽ കയറിയിട്ട് മൈക്കിൽ അനൗൺസ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ തന്നെ നമുക്ക് ഒഫീഷ്യലി പാർട്ടി സ്റ്റാർട്ട് ചെയ്യാമെന്ന്. അങ്ങനെ DJ ഒക്കെ ആയിട്ട് എല്ലാവരും എൻജോയ് ചെയ്യുവാണ്. അങ്ങോട്ടേക്ക് ഇപ്പോൾ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള പയ്യൻ സെയിനോട് സംസാരിക്കാനായിട്ട് വരുന്നുണ്ട്. അവളുടെ അടുത്തേക്ക് വന്നിട്ട് കൺഗ്രാജുലേഷൻ, നിനക്കാണെങ്കിൽ സെക്രട്ടറി ആയിട്ട് പോസ്റ്റൊക്കെ കിട്ടിയല്ലോ, നിൻ്റെ റാങ്ക് ഒറ്റയടിക്ക് കൊണ്ട് കയറിയിട്ടുണ്ട്, നീയാണെങ്കിൽ ടോപ്പ് 10ൽ ഇപ്പോൾ 9ാമത്തെ റാങ്കിൽ കിടക്കുവാണെന്ന് പറയുമ്പോഴത്തേക്കും എനിക്ക് താല്പര്യമില്ല, എനിക്ക് ആ പൊസിഷൻ വേണ്ട, താല്പര്യമുള്ള ആർക്കെങ്കിലും കൊടുക്കാനായിട്ട് അവൾ പറയുന്നുണ്ട്. എന്നാൽ വൈസ് പ്രസിഡന്റ് അങ്ങനെയൊന്നും തീരുമാനം മാറ്റാൻ പറ്റില്ല, സുപ്രീമോ എന്ത് തീരുമാനിച്ചോ അത് തന്നെ നടക്കുമെന്നും പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. അവൻ പോയി കഴിയുമ്പോൾ വെനേസയൊക്കെ ആണെങ്കിൽ സെയിൻ പൊളിച്ചു, നീയാണെങ്കിൽ ഇപ്പോൾ തന്നെ ടോപ്പ് 10ൽ എത്തിയല്ലോ, ഇനിയിപ്പോൾ എന്തായാലും നിനക്ക് പെട്ടെന്ന് തന്നെ ഇവിടുന്ന് സർവൈവ് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുമെന്ന്. എന്നാൽ മാറ്റാണെങ്കിൽ നീയാണെങ്കിൽ ആ ഒരു പൊസിഷൻ സമ്മതിച്ച് കൊടുക്കല്ലേ, അക്സെപ്റ്റ് ചെയ്യല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം ബാക്കിയുള്ളവരെല്ലാവരും അത് അവൾ തീരുമാനിക്കട്ടെ, അവളുടെ കാര്യമല്ലേ എന്ന് മാറ്റിനോട് പറയുന്നുണ്ട്. മാറ്റ് ആ ടൈമിന് ഡേവ് കുടിച്ചുകൊണ്ടിരുന്ന ഡ്രിങ്ക്സ് എല്ലാം തന്നെ വാങ്ങിച്ച് കുടിക്കുന്നുണ്ട്. അതിനുശേഷം അവളാണെങ്കിൽ ഇതിൻ്റെ കാര്യം ഓർത്ത് ഇങ്ങനെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് അങ്ങോട്ടേക്ക് ബാക്കിയുള്ള ഡാൻസ് കളിക്കുന്നതിൻ്റെ ആ ഒരു ഏരിയയിലൊക്കെ അവളങ്ങോട്ടേക്ക് കയറി പോകുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ തന്നെ വരത്തില്ല എന്നും പറഞ്ഞിട്ട് എയ്സ് ആണെങ്കിൽ ഇടയ്ക്ക് അതൊരു പാസ് ചെയ്ത് പോകുന്നുണ്ടായിരുന്നു. ജെയിൻ അങ്ങനെ മറ്റൊരിടത്തേക്ക് മാറിയിരിക്കുന്ന സമയത്ത് പതുക്കെ പതുക്കെ അവളുടെ ബോധം പോയി തുടങ്ങുന്നുണ്ടായിരുന്നു. ആ സമയം ബ്ലാക്ക് മാസ്ക് ഇട്ട ഒരു പക്ഷേ ബ്ലാക്ക് ബ്ലഡ് ഗ്യാങ്ങിലുള്ളൊരു പയ്യനായിരിക്കണം. അവൻ വന്നിട്ട് അവളോട് പറയുന്നുണ്ട് നീയാണെങ്കിൽ ആ ഒരു പൊസിഷൻ എടുത്തുകൊണ്ട് മാത്രം നീ ഇപ്പോൾ ജീവനോടെ ഇരിക്കാണ്ട്, പിന്നെ പൊസിഷൻ എടുത്തപ്പോൾ നിനക്ക് കത്തി അടിക്കേണ്ട ഒരു അവസ്ഥയും കൂടെ വന്നിട്ടുണ്ട്, നീയാണെങ്കിൽ ഇപ്പോഴേ കത്തി എടുത്തൊരെണ്ണം കൈ വെച്ചോ, കാരണം നിന്നെ അറ്റാക്ക് ചെയ്യാനായിട്ട് പലരും ഉണ്ടായിരിക്കും. അത് മാത്രമല്ല നിന്നെ എപ്പോഴും ആ ഒരു സുപ്രീമോ പ്രൊട്ടക്റ്റ് ചെയ്യുമെന്ന് വിചാരിക്കേണ്ട, നീ എപ്പോൾ വേണം മരിക്കുമെന്നും പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. ആ ഒരു പയ്യൻ മാസ്ക് വെച്ചിരുന്നതുകൊണ്ട് തന്നെ ഏതാണ് ആ പയ്യനെന്ന് അവൾക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് പെട്ടെന്ന് അതൊരു പാസ് ചെയ്ത് പോയൊരു പയ്യനെ പിടിച്ചിട്ട് നീ എന്താണ് ഈ പറഞ്ഞതെന്ന് വെച്ചപ്പോൾ അത് ഞാനല്ല നീ പയ്യൻ പറയുന്നുണ്ട്. ആ സമയം സെയിൻ സോറി എന്ന് പറഞ്ഞിട്ട് ആ ഒരു പയ്യൻ അങ്ങ് വിടുന്നുണ്ട്. അതേസമയം തന്നെ മാറ്റിനെയൊക്കെ കാണിക്കുകയാണെങ്കിൽ അവരിപ്പോൾ വീണ്ടും ഡ്രിങ്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സെയിൻ ഇത് എവിടെയാണ് പോയെന്നൊക്കെ ചിന്തിക്കുന്നുണ്ട്. ആ ഒരു സ്റ്റുഡൻസിൻ്റെ ഇടയിൽ സെയിനിനെ അന്വേഷിച്ച് ജെറോമും പോയിട്ടുണ്ടായിരുന്നു. എന്നാൽ ജെറോം അവിടെ നമ്മളെ കാണാനായിട്ട് പറ്റുന്നില്ല. അത് മാത്രമല്ല ഭയങ്കര ഇരുട്ടാണ്, ഞാൻ തന്നെ വഴി തെറ്റി പോകുന്ന ഒരു അവസ്ഥയായെന്ന് പറയുന്നുണ്ട്. ആ സമയം തന്നെ പെട്ടെന്ന് ഡേവ്
കുടിച്ചുകൊണ്ടിരുന്ന ഡ്രിങ്ക്സ് അവനിങ്ങനെ താഴേക്ക് ഇട്ടിട്ട് ഭയങ്കര ഒരു അസ്വസ്ഥത അവൻ കാണിക്കുന്നുണ്ട്. അവൻ ചെന്ന് താഴേക്ക് വീഴുന്നുണ്ട്. അവനാണെങ്കിൽ എന്ത് വെപ്രാളമൊക്കെ വരുന്നത് പോലെ. അതേസമയം തന്നെ ടെൻഷനായിട്ട് എന്ത് പറ്റിയെന്നൊക്കെ ഫ്രണ്ട്സ് എല്ലാവരും ചോദിക്കുന്നുണ്ട്. അപ്പോഴാണ് മാറ്റ് പെട്ടെന്ന് അവൻ കുടിച്ച അതേ സെയിം ഡ്രിങ്ക്സ് സെയിനും കുടിച്ചല്ലോ എന്നിങ്ങനെ ചിന്തിക്കുന്നത്. അപ്പോൾ സെയിനും എന്തെങ്കിലും പറ്റിയിട്ടുണ്ടായിരിക്കും എന്ന് കരുതി മാറ്റ് നേരെ അവിടെ നിന്ന് ഓടി പോകുന്നുണ്ട്. വെനേസ അവൻ എങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോഴാണ് പെട്ടെന്ന് അവർക്കും സെയിനും ഈ ഡ്രിങ്ക്സ് കുടിച്ചല്ലോ എന്നുള്ള ചിന്ത വരുന്നത്. ദേവി ഇങ്ങനെ വെപ്രാളപ്പെട്ട് ഇങ്ങനെ വീണ് കിടക്കുന്ന എല്ലാം തന്നെ മാഡം വയലറ്റും വൈസ് പ്രസിഡന്റ് ഫ്രാൻസിസ്കോ എല്ലാം കണ്ടിട്ടുണ്ടായിരുന്നു. അവരാണെങ്കിൽ നോക്കുന്നുണ്ട്. ഇതേ സമയം തന്നെ സെയിനാണെങ്കിൽ ഇങ്ങനെ ബോധം പോകാറായി നിൽക്കുന്നുണ്ട്. പെട്ടെന്ന് അവൾ ബോധം കെട്ട് വീഴുന്നുണ്ട്. അതായത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാൾ പോലും ഹെൽപ്പ് ചെയ്യുന്നില്ല. അവരവരുടെ ഡാൻസും കാര്യങ്ങളെല്ലാം കണ്ടിന്യൂ ചെയ്യാണ്. മാറ്റാണെങ്കിൽ സെയിനിനെ അന്വേഷിച്ച് നടക്കുന്നുണ്ട്. സെയിനിനെ കണ്ടുപിടിച്ച് കഴിയുമ്പോൾ അവളുടെ അടുത്തേക്ക് ചെന്നിട്ട് സെയിനിനെ എഴുന്നേൽപ്പിക്കാൻ നോക്കുന്നില്ല. സെയിൻ നീ ഓക്കെ ആണെന്നൊക്കെ ചോദിച്ചിട്ട് അതും കാണിച്ചുകൊണ്ടാണ് ഈ ഒരു എപ്പിസോഡ് ഇവിടെ എൻഡ് ആവുന്നത്. സോ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ കേട്ടോണ്ടേ വരുന്നത് തരും. അതുവരെ ബൈ ഫ്രം ഡ്രാമ ഡീകോഡ് ഡയറീസ്.